പേരാമ്പ്രയിലേക്ക് ഒരു ഭാഗ്യ പരീക്ഷണത്തിനായിട്ട് മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതയായി ഫാത്തിമ തഹ്ലിയ ഇറങ്ങിയപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ പണികളും കിട്ടി, കൊടുക്കാവുന്നതിൽ വെച്ച് എല്ലാ പണികളും LDF കൊടുത്തു. LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ നിന്ന് മത്സരിച്ചെടുത്ത നമ്മുടെ കൗമിലെ കുട്ടി എന്ന് പറഞ്ഞ് വർഗീയതയുടെ എല്ലാ കാറ്റും വീശാൻ നോക്കി. ഈ പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് ഷാഫി പറമ്പിലിന്റെ കൂടി മണ്ണാണ്. ആ മണ്ണിൽ ഷാഫി കൊടുത്ത ഒരു പണി എന്നോണം തന്നെ നമുക്ക് ഇന്ന് വെച്ച് കരുതാം. കാരണം ഫാത്തിമ തഹ്ലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുകയാണ്. അത് 500 വോട്ടിന് മുകളിലാണ് ഇപ്പോഴത്തെ ആദ്യ പല സൂചനകൾ വരുമ്പോൾ തഹ്ലിയ നിൽക്കുന്നത്. ഇതേ പേരാമ്പ്രയിൽ തന്നെയാണ് സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പുകിലുകൾ നടന്നത്. കഴിഞ്ഞ ദിവസമാണ് കലക്ടർ ക്ലീൻ ചീട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഈ പറഞ്ഞ സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല, മെറ്റീരിയൽ റൂം മാത്രമാണ് തുറന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അപ്പോഴും ഫാത്തിമ തഹ്ലിയ വീശുന്ന ഒരു കാറ്റുണ്ട്, അത് മതേതര കേരളത്തിന്റെ കാറ്റുകൂടിയാണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും കോഴിക്കോടും മാത്രം നിന്ന് പണിയെടുക്കണമെന്ന് ഷാഫി പറഞ്ഞപ്പോൾ അതിൽ പേരാമ്പ്ര കൂടി ഉൾപ്പെട്ടിരുന്നു. അവിടേക്ക് തന്നെ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ ഫാത്തിമ തഹ്ലിയയും നമ്മൾ കണ്ടു. അപ്പോഴൊന്നും പക്ഷേ വിജയിക്കുന്നതിന്റെ ഒരു കാറ്റ് അവിടെ വീശുന്നില്ല എന്നാണ് LDF പറഞ്ഞത്. കാരണം എന്താ? കൺവീനറുടെ കോട്ട കൂടിയാണ് അത് എന്നുള്ളത്. CPMന്റെ ഇനിയും കുറെ കോട്ടകൾ എണ്ണാനുണ്ട് എന്നിരിക്കുമ്പോൾ പോലും ആദ്യ പല സൂചനയിലെ ആദ്യ മിനിറ്റിലെ അതിന് ബാലറ്റ് തൊട്ടാണെങ്കിൽ പോലും ഒരു മിനിറ്റ് നേരത്തേക്കാണെങ്കിൽ പോലും LDFന്റെ കൺവീനറെ ഒന്ന് പിടിച്ചു നിർത്താനും മുന്നിലേക്ക് തുഴഞ്ഞെത്താനും ഫാത്തിമ തഹ്ലിയക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ വിജയമാണ്. ഷാഫി കൊടുത്ത പണിയാണ്. ഒപ്പം തന്നെ LDFന് അത് ഇരിക്കുകയും വേണം.